ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സഹോദരങ്ങളെ, ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് പലപ്പോഴും നാം വിചാരിച്ചേക്കാം. ഒരു മനുഷ്യ വ്യക്തിക്ക് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ പേര് പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ പേര് നാം അല്ലല്ലോ ഇടുന്നത്. മാതാപിതാക്കളാൽ ഇടുന്ന നമ്മുടെ പേര് മറ്റുള്ളവർ നമ്മെ തിരിച്ചറിയാനും മറ്റും ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ദൈവം സ്വന്തം പുത്രനെ ലോകത്തിലേക്ക് അയച്ചപ്പോൾ പേരിട്ടത് പിതാവ് തന്നെ. കേൾക്കൂ, മത്തായി 1:21. ദൂതൻ ജോസഫിനോട് പറയുന്നത്, അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാനായി വന്നിരിക്കുന്നത് കൊണ്ട് നീ അവൻ്റെ പേര് യേശു എന്ന് വിളിക്കണം എന്ന് പറഞ്ഞു. ലൂക്ക 1:31 മാതാവായ മറിയയോട് പറയുന്നത് കേൾക്കൂ, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണം. അപ്പോൾ പിതാവായ ദൈവമാണ് പുത്രന് പേരിട്ടത്. പേരിന് അർത്ഥമുണ്ട്, രക്ഷകൻ. സ്വർഗത്തിൽ നിന്നാണ് ഈ പേര് ലഭിച്ചത്. ജോസഫും മറിയയുമല്ല ആ നാമം തിരഞ്ഞെടുത്തത്. പിതാവായ ദൈവം നൽകിയ ആ പേരിന്, ആ നാമത്തിന് ശക്തിയുണ്ട്. യേശുവിൻ്റെ നാമം എല്ലാത്തിനും മേലായ നാമമാണ്. ഫിലിപ്പ് 2:9 ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തുകയും സകല നാമത്തിനും മേലായ നാമം നൽകുകയും ചെയ്തു. അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും മുഴങ്കാൽ ഒക്കെയും മടങ്ങുകയും ചെയ്യുമെന്ന് തുടർന്നുള്ള ഭാഗങ്ങളിൽ പറയുന്നു. അപ്പസ്തോല പ്രവൃത്തി 4:12 ഇങ്ങനെ പറയുന്നു, മറ്റൊരുവനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഈ നാമത്താൽ നമുക്ക് പാപമോചനം ലഭിക്കുന്നു. അപ്പസ്തോല പ്രവൃത്തികൾ 10:43 കേൾക്കൂ, അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവൻ്റെ നാമം മൂലം പാപമോചനം ലഭിക്കും എന്ന് ഇവനെക്കുറിച്ച് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. അപ്പസ്തോല പ്രവൃത്തി 2:38 പത്രോസ് പാപമോചനം ലഭിപ്പാൻ യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കാൻ പറയുന്നുണ്ട്. രോഗശാന്തിയും അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ നാമത്തിൽ നടന്നിട്ടുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. യേശു വിശ്വാസികളെ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നു. യോഹന്നാൻ 14:13-14 കേൾക്കൂ, നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് ചെയ്തു തരും. യേശുവിൻ്റെ നാമത്തിൽ വലിയ ജനക്കൂട്ടമൊന്നും കൂടണ്ട. 2-3 പേർ കൂടിയാലും യേശുവിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് വചനം പറയുന്നു. മത്തായി 18:20 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്നും ഞാൻ നിങ്ങളോട് പറയുന്നു. എല്ലാ ദൈവ പൈതലിനും യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യാൻ കഴിയുമെന്ന് മാർക്കോസ് 16:17-18 വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. യെശയ്യാവ് 45:23 ഫിലിപ്പ് 2:10 കൂട്ടി വായിച്ചാൽ യേശുവും യഹോവയും ഒന്നാണെന്ന് വ്യക്തമാണ്. കൂടാതെ യോഹന്നാൻ 10:30 യേശു തന്നെ ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് പറയുന്നുമുണ്ട്. കൊളോസ്യർ 3:17 പൗലോസ് പറയുന്നത് ശ്രദ്ധിക്കൂ, വാക്കിനാലോ പ്രവൃത്തിയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞും കൊണ്ടിരിപ്പിൻ. പിതാവായ ദൈവം നൽകിയ യേശു എന്ന നാമത്തിന് ശക്തിയുണ്ട് സഹോദരങ്ങളെ. അത് വൃഥാ ഉപയോഗിക്കാതെ യേശു നമുക്ക് നൽകിയ അധികാരത്തിൽ ആ നാമം ദൈവനാമ മഹത്വത്തിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. റോമർ 9:17 തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മെ നിർത്തിയിരിക്കുന്നത് നമ്മിൽ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്താനും ദൈവത്തിൻ്റെ നാമം സർവ്വഭൂമിയിലും വെളിപ്പെടേണ്ടതിനുമാണ്. ഈ വചനങ്ങൾ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദൈവമേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.